മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് കാസർഗോഡ് ജില്ലയിൽ വിപുലമായ തുടക്കം. കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ നടന്ന ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണനും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറും ചേർന്ന് നിർവഹിച്ചു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ക്ലീൻ സിവിൽ സ്റ്റേഷൻ ഗ്രീൻ സിവിൽ സ്റ്റേഷൻ എന്ന സന്ദേശവുമായാണ് കാസർഗോഡ് സിവിൽ സ്റ്റേഷനിൽ മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിൻ പ്രവർത്തനങ്ങളുടെ ജില്ലാതല ഉദ്ഘാടനം നടന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണനും ജില്ലാ കലക്ടർ കെ ഇമ്പശേഖറും ചേർന്ന് ക്യാമ്പയിന് തുടക്കം കുറിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാലിന്യമുക്ത നവകേരളം പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പാഴ്വസ്തുക്കളും അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്റെ നാടിനോട് ചെയ്യുന്ന കുറ്റകൃത്യമാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാ മാസവും ഒരു ദിവസം ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സമയം കണ്ടെത്താൻ ഓഫീസ് മേധാവികൾ ശ്രമിക്കണമെന്നും സിവിൽ സ്റ്റേഷനെ ജില്ലയിലെ ഹരിത കോംപ്ലക്സ് ആക്കി മാറ്റുന്നതിന്റെ തുടക്കമാണിതെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഒക്ടോബറിൽ ഇലക്ട്രോണിക് മാലിന്യങ്ങളും അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്ന ഫർണിച്ചറുകളും നീക്കം ചെയ്യുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ഓരോ മാസവും മാലിന്യ നിർമ്മാർജ്ജനം ഉറപ്പാക്കാൻ പ്രത്യേക യോഗം ചേരാമെന്നും ജില്ലാ കലക്ടറും പറഞ്ഞു. അങ്ങനെ ഫുഡ് ക്യാബിൻ ഇതുണ്ടെങ്കിലും നമ്മൾ ക്യാബിൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ഫുഡ് വേസ്റ്റ് അവിടെ ഇടുമ്പോൾ അതിനായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് നമുക്കറിയാം, ഫുഡ് ഒരു 10 മണിക്കൂർ കഴിഞ്ഞാൽ അതിൻ്റെ മണം വരുന്നതും അത് എടുക്കുന്ന ആളുകൾക്കുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ അത് ഡിസ്പോസ് ചെയ്യേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ഫുഡ് നമുക്ക് എത്ര ആവശ്യമുണ്ടോ അത്രമാത്രം കൊണ്ടുവന്നാൽ, ഇല്ലെങ്കിൽ കൂടുതൽ സപ്പോസ് നമുക്ക് കഴിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാം. വീട്ടിലേക്കുള്ള നമ്മുടെ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അവിടെ പോയി നമുക്ക് ഡിസ്പോസ് ചെയ്ത് പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യാം. അപ്പോൾ ഓഫീസിൽ ഫുഡ് ഡിസ്പോസ് ചെയ്യുന്നതിന് നമുക്ക് ഫസ്റ്റ് ഒഴിവാക്കാം. രണ്ടാമത്തെ കാര്യം, ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് ആരും പാർസൽ വാങ്ങുക. നമുക്ക് ക്യാൻറ്റീനിൽ പോയി തന്നെ കഴിക്കാം. പരിപാടിയിൽ ADMP അഖിൽ അധ്യക്ഷനായി. നവകേരളം കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ വിവരിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ ശകുന്തള, ഗീതാകൃഷ്ണൻ, അഡ്വക്കേറ്റ് SN സരിത, ജില്ലാ പഞ്ചായത്ത് അംഗം ജാസ്മിൻ കബീർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ P ജയൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ T രാജേഷ്, ഹുസൂർ ശിരസ്താദാർ R രാജേഷ്, വിവിധ വകുപ്പ് മേധാവികൾ, സിവിൽ സ്റ്റേഷൻ ജീവനക്കാർ, സർവീസ് സംഘടനാ പ്രതിനിധികൾ, പ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, NSS വോളണ്ടിയർമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജേസൺ മാത്യു സ്വാഗതവും ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി PK സജീവ് നന്ദിയും പറഞ്ഞു. സർവീസ് ജീവനക്കാരുടെ സംഘടനയും ചരക്ക് സേവന നികുതി ഓഫീസർ സംഘടിപ്പിച്ച പരിപാടികളുടെ ഉദ്ഘാടനവും വൃക്ഷത്തൈ നട്ടുകൊണ്ട് ജില്ലാ കലക്ടർ നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.